പശ്ചിമ ബംഗാളിനും ത്രിപുരയ്ക്കും ശേഷം കേരളത്തിലെയും ഇടതു സർക്കാരിന്റെ അന്ത്യം കാണാൻ പോവുകയാണോ? ഒന്നാം പിണറായി സർക്കാരിനേക്കാളും വലിയ പ്രതീക്ഷയോടെയാണ് രണ്ടാം പിണറായി സർക്കാരിനെ കേരളത്തിലെ ജനങ്ങൾ വരവേറ്റത്. എന്നാൽ സംഭവിച്ചതോ നേരെ മറിച്ചാണ്. കഴിവുകെട്ട ഒരു കൂട്ടം ആളുകളെ പിടിച്ച് MLA-മാരാക്കി. അവർക്ക് ധനകാര്യം, വിദ്യാഭ്യാസം പോലെയുള്ള അതിപ്രധാനമായ വകുപ്പുകൾ നൽകി. എന്നിട്ട് പറയുകയാണ് അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ നയമാണെന്ന്. നയത്തിനൊന്നും ഒരു കുഴപ്പവുമില്ല, പക്ഷെ അത് ജനങ്ങൾ സ്വീകരിക്കണമെന്നില്ല. ചിലപ്പോൾ ജനങ്ങൾ എടുത്തു കുപ്പത്തൊട്ടിൽ എറിഞ്ഞു നിൽക്കും. എന്നാലും അതൊക്കെ പോട്ടെ, കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്താണ്? ധാർഷ്ട്യക്കാരനും ധിക്കാരിയുമായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് പിണറായിയിലൂടെ കാണാൻ കഴിയുന്നത്. കേരളം ഭരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ധിക്കാരിയായ ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പിന്നീട് കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിൽ ഭരണപരിചയവും കഴിവുമുള്ള ധാരാളം നേതാക്കളെ മന്ത്രിമാരാക്കിയിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തുന്നു എന്ന പേരിൽ ഒന്നാം പിണറായി സർക്കാർ പ്രാഗൽഭ്യം തെളിയിച്ച മന്ത്രിമാരെ എല്ലാം മാറ്റി പകരം അതൊരു ഭരണപരിചയവുമില്ലാത്ത പുതുമുഖങ്ങളെ മന്ത്രിമാരാക്കി വാഴിച്ചു. മികച്ച ആരോഗ്യ മന്ത്രിയായിരുന്ന ടീച്ചറമ്മയെ വരെ ഒഴിവാക്കി. എല്ലാ മന്ത്രിമാരുടെ ഓഫീസുകളിലും മുഖ്യമന്ത്രിയുടെ ഏജന്റായി ഒരു ഉദ്യോഗസ്ഥനെയും നിയമിച്ചിരുന്നു. ആ ഉദ്യോഗസ്ഥൻ അറിയാതെ ഒരു കാര്യവും ഒരു മന്ത്രിയുടെ ഓഫീസിലും നടക്കുകയില്ല. മന്ത്രിമാർ വെറും സൈനിങ് മെഷീനായി അവശേഷിച്ചിരിക്കുന്നു. സ്വന്തമായി ഒരു കാര്യം നടത്താനോ, എന്തിനേറെ പറയുന്നു സ്വന്തമായി ഒരു അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാത്ത ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു. അതിനാൽ ഘടകകക്ഷി മന്ത്രിമാർ ഉൾപ്പെടെ ഈ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും വെറും കാഴ്ചക്കാർ മാത്രമാണ്. ഇത്രയും കാലം CPM എന്ന പാർട്ടി ഒരു മതേതര കാഴ്ചപ്പാടുള്ള പാർട്ടിയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തായി അതിന് മാറ്റം വന്ന രീതിയാണ് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളായതോടുകൂടി ഒരു മുസ്ലിം പ്രീണന നയമാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയാൻ സാധിക്കുകയില്ല. മരുമകന് മാത്രമാണ് മന്ത്രിസഭയിൽ സ്വതന്ത്രമായി ഭരിക്കാൻ കഴിയുന്നത്. സർക്കാരിന്റെ മുസ്ലിം പ്രീണന നയമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ദയനീയ പരാജയവും ഏറ്റുവാങ്ങാൻ കാരണമായത്. പാലസ്തീൻ വിഷയത്തിൽ സർക്കാരിന്റെയും യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന റാലികളും സമ്മേളനങ്ങളും അറബ് രാജ്യങ്ങളെ പിന്തള്ളുന്ന രീതിയിലായിരുന്നു. ഇത് കേരളത്തിലെ ഇതര മതസ്ഥരെ LDF-ൽ നിന്ന് അകറ്റി. ക്രിസ്ത്യാനികളുടെ ചരിത്ര സ്മാരകമായ ഹാഗി സോഫിയ ഇസ്ലാമിസ്റ്റുകൾ കീഴടക്കിയപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടപ്പോഴും ഒരു വാക്കുപോലും പ്രതികരിക്കാത്ത CPM പാലസ്തീനു വേണ്ടി കണ്ണീരൊഴുക്കുന്നത് കണ്ട ക്രിസ്ത്യാനികൾ LDF-ൽ നിന്ന് അകന്നു. CPM മുസ്ലിം മതവിശ്വാസികളോട് ഒരു പ്രത്യേക അടുപ്പം കാണിക്കാൻ തുടങ്ങിയതോടെ ഇത്രയും കാലം CPM-ന്റെ വോട്ട് ബാങ്കായിരുന്ന ഈഴവ സമുദായത്തിലെ വലിയൊരു വിഭാഗം BJP-യിലേക്ക് അടുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ക്രൈസ്തവർക്കിടയിൽ നിന്നും ചെറിയൊരു വിഭാഗം ആളുകൾ BJP അനുഭാവികളും ബാക്കി ബഹുഭൂരിപക്ഷവും UDF-ലേക്കും തിരിഞ്ഞു. CPM-ന്റെ ഇപ്പോഴത്തെ ഈ നീക്കം CPM എന്ന പാർട്ടിയുടെ അടിവേരിളക്കുമെന്ന് മനസ്സിലാക്കി വേണ്ട തിരുത്തലുകൾ നടത്തിയാൽ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാനാകും. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒരു മതത്തോട് മാത്രമുള്ള പ്രീണന നയവും മാറ്റിയില്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായവും ക്രൈസ്തവരും എന്നേക്കുമായി LDF-ൽ നിന്ന് അകലും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതുപോലെ കേരളത്തിലും CPM-ന്റെ അന്ത്യം സംഭവിക്കാൻ അധിക നാളുകൾ വേണ്ടിവരില്ല.